الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون صدق الله مولانا العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഖൽബുൽ ഖുർആനിലെ വളരെ അർത്ഥവത്തായ ചർച്ചയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് പരലോക ജീവിതത്തെ നിന്ദിക്കുന്ന, അല്ലെങ്കിൽ പാരത്രിക ജീവിതമില്ല, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണ്, ഹിസാബില്ല, വിചാരണയില്ല, സ്വർഗ നരകങ്ങളില്ല എന്നൊക്കെ വാദിക്കുന്നവർക്ക് വ്യക്തമായ മറുപടി അല്ലാഹു 1/1 കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോട് അല്ലെങ്കിൽ സത്യ സന്ദേശം വിളിച്ചറിയിച്ചപ്പോൾ അവരോട് ചോദിച്ച ചോദ്യം, മുഅ്മിനീങ്ങളോട് ചോദിച്ച ചോദ്യം, എവിടെ നിങ്ങൾ പറഞ്ഞ സ്വർഗവും നരകവും നന്മ തിന്മകൾക്കുള്ള പ്രതിഫലങ്ങളൊക്കെ എവിടെ എന്നവരോട് ചോദ്യമുന്നയിച്ചപ്പോൾ അതിനാണ് മറുപടി കൊടുക്കുന്നത്. അതൊരു വലിയ ഉദ്ഘോഷം പോലെ കടന്നു വരും. ഒന്നാമത്തെ ഊത്തൂതും രണ്ടാമതൊരു ഊത്തൂതും എന്നിട്ട് മൂന്നാമതൊരു ഊത്തും കൂടി ഊതുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എല്ലാ മനുഷ്യരും അവരുടെ ഖബറകളിൽ നിന്ന് എഴുന്നേറ്റു വന്ന റബ്ബിന്റെ സമക്ഷത്തിലേക്ക് അവർ നടന്നെടുക്കും. നടന്നാണോ അടുക്കുന്നത്, ഓടിയാണോ അടുക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്ന് പറഞ്ഞാൽ ഓടി. ഒരു മത്സരാർത്ഥി തന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ എത്രത്തോളം ജാഗ്രത പാലിച്ചുകൊണ്ട്, എത്രത്തോളം ഉന്മേഷത്തോടെ, എത്രത്തോളം ആർജവത്തോടുകൂടി ഓടുമോ അതുപോലെ ഓരോ മനുഷ്യരും റബ്ബിന്റെ അടുക്കലേക്ക് ഓടുമെന്നാണ്. ആ കൂട്ടത്തിൽ ആരുണ്ട്? പരലോക ജീവിതമില്ല എന്ന് പറയുന്നവരുണ്ട്. അതാണല്ലോ അവർ കൊടുക്കുന്ന മറുപടി. അവരെ മാറ്റി നിർത്തിയില്ലോ. ഹിസാബില്ല, വിചാരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് റബ്ബിലേക്ക്. സ്വർഗ നരകങ്ങളെ നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അള്ളാഹുവിലേക്ക് ഓടുന്നത്. കണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ പറഞ്ഞോ എന്നുള്ള നിലയ്ക്ക് അല്ലാഹു തആല മറുപടി കൊടുക്കുന്നു. എന്നിട്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നുണ്ട്, ഈ ഓട്ടം, അള്ളാഹുവിന്റെ അടുക്കിലേക്കുള്ള ഈ ഓട്ടമുണ്ടല്ലോ, ആ ഓടുന്ന സമയത്ത് അവർ പരസ്പരം ചോദിക്കും, പരസ്പരം പറയുന്നത് എന്തെന്നറിയുമോ? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ഖാലൂ യാ വൈലനാ. ഖാലൂ, ആര് പറയും? അവർ വിളിച്ചു പറയും. അതായത് അൽ കുഫാറു മിൻഹും, അക്കൂട്ടത്തിൽപ്പെട്ട സത്യനിഷേധികളായ ആളുകൾ വിളിച്ചു പറയും. ഏത് സമയത്ത്? പുനർജീവിപ്പിക്കുമ്പോൾ, ഖബറകളിൽ നിന്ന് പുനർജീവിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളിക്കുമ്പോൾ അവർ ഓരോരുത്തരും വിളിച്ചു പറയുന്നത്, പരസ്പരം പറയുന്നത് എന്താണ്? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അവർ ഓരോരുത്തരും പറയും, യാ വൈലനാ, നമ്മുടെ സങ്കടമേ, യാ വൈലനാ, നമ്മുടെ ഖേദമേ എന്ന് വിളിച്ചിട്ട് അവർ പറയും, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് നമ്മളെ ഉറക്കറയിൽ നിന്നും ഖബറകളിൽ നിന്നും വിളിച്ചുണർത്തിയതാരാണ്? ആര് ചോദിക്കും? സത്യനിഷേധികൾ ചോദിക്കും. ഈ ഒരു വിളിച്ചുണർത്തൽ വേണ്ടായിരുന്നു. ആരാണ് വിളിച്ചുണർത്തിയത്?
എന്നവർ ചോദിക്കും. എന്നിട്ട് അവർ പറയും, ഹദാ മാ വഅദർ റഹ്മാൻ, തീർച്ചയായും ഇത് വഅദർ റഹ്മാൻ, കാരുണ്യവാനായ കരുണാമയനായ റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ വാഗ്ദാനം ഇതാ സംഭവിച്ചിരിക്കുന്നു, റബ്ബിന്റെ വാഗ്ദാനമാണിത്. വസ്വദഖൽ മുർസലൂൻ, കണ്ടോ, വസ്വദഖൽ മുർസലൂൻ, സത്യനിഷേധികളുടെ അടുക്കലേക്ക് അല്ലാഹു തആല ഓരോ പ്രവാചകന്മാരെ അയച്ചു. ഓരോ മുർസലീങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ, സത്യസന്ദേശം പകർന്ന് റബ്ബിന്റെ അടുക്കലേക്ക്, ദീനിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പല മുർസലികളെയും അയച്ചിരുന്നു. ഇപ്പോൾ അവരെന്താ പറയുന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനം ഇതാ സംഭവിച്ചിരിക്കുന്നു, അള്ളാഹു വാഗ്ദാനം ചെയ്തതായ ഒന്നാണിത്. വസദഖൽ മുർസലൂൻ, ആ മുർസലീങ്ങൾ പറഞ്ഞത്, മെസ്സേജുമായി കടന്നു വന്ന പ്രവാചകന്മാർ പറഞ്ഞത് എത്രയോ സത്യമാണ്, അവരൊക്കെ പറഞ്ഞത് സത്യമാണല്ലോ, ഞങ്ങളതിനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലല്ലോ, ആ മെസ്സേജുകളെ നമ്മൾ പുറങ്കാലുകൊണ്ട് തള്ളിക്കറഞ്ഞു. ഇതാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമല്ലാതെ ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത് സംഭവിച്ചിരിക്കുന്നത്. മുർസലീങ്ങൾ നമ്മുടെ അടുക്കൽ വന്ന് പറഞ്ഞത് എത്രയോ സത്യമാണ് എന്ന് ആ പുനരുജ്ജീവിപ്പിക്കുമ്പോ, അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോകുമ്പോ ഓരോരുത്തരും വിളിച്ചു പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ ഇദാ ഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അപ്പോഴും അല്ലാഹു തആല പറയുന്നത്, ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ആ ഒരു ദിവസം അതൊരു ഉദ്ഘോഷ ദിവസമാണ്, ഉദ്ഘോഷ ശബ്ദം, ഒരു ഘോര ശബ്ദം, ഒരു വലിയ അട്ടഹാസം മാത്രമായിരിക്കും അപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ആ അട്ടഹാസം വരുന്നതോടുകൂടി പിന്നെ ഒരു സെക്കൻഡും വേണ്ട, ആ സമയത്ത് ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. കണ്ടോ, അല്ലാഹുവിനെ ഈ കോടാനുകോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ പുനർജീവിപ്പിക്കാനേ ദിവസങ്ങളോ മണിക്കൂറുകളോ മിനിറ്റുകളോ ഒന്നും വേണ്ട, ഒരൊറ്റ ശബ്ദം, ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ശബ്ദം പുറപ്പെടുവിക്കുന്നതോടുകൂടി, ഒരു അട്ടഹാസം പുറപ്പെടുവിക്കുന്നതോടുകൂടി സർവ്വ മനുഷ്യരും എഴുന്നേറ്റൊറ്റ ഓട്ടമാണ് റബ്ബിന്റെ അടുക്കലേക്ക്. ജമീഉൽ ലദൈനാ, അപ്പോഴതാ അവരെല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ, നമ്മുടെ അടുക്കൽ അവർ ഹാജറാകും, അവരൊരുമിച്ച് കൂട്ടപ്പെടുമെന്ന്, ഹാജരാക്കപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇതാണ് സത്യനിഷേധികൾക്ക് അല്ലാഹു തആല 1 by 1 കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ അഖിലകാര്യം നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ യാസീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.